മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാഭവൻ നവാസ് അന്തരിച്ചത് ഓഗസ്റ്റ് 1 തീയതിയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരുന്ന വാർത്തയായിരുന്നു അത്. ഇപ്പോഴിതാ കലാഭവൻ നവാസിൻ്റെ കുടുംബത്തിന് LICയിൽ നിന്നും 26 ലക്ഷം രൂപ കിട്ടിയെന്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച വാർത്തകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നവാസിൻ്റെ സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കലാഭവൻ നവാസിൻ്റെ മരണശേഷം നവാസിൻ്റെ കുടുംബത്തിന് ടേം ഇൻഷുറൻസായി 26 ലക്ഷം രൂപയോളം കിട്ടിയെന്ന് പ്രചരിക്കുന്ന ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നവാസിൻ്റെ ഫോട്ടോയും അതിനോടൊപ്പം ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും എന്ന ടാഗ് ലൈനും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് 26 ലക്ഷം രൂപ നൽകിയെന്ന ഈ ഒരു പോസ്റ്റർ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു പോസ്റ്റ് തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് അയച്ചുവെന്നും നിയാസ്, അതായത് നവാസിൻ്റെ സഹോദരൻ നിയാസ്, സോഷ്യൽ മീഡിയ വഴി രംഗത്ത് വന്നെന്നും പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും നവാസിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ച് വളരെയധികം സങ്കടത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുവഴി ഇതുപോലുള്ള വ്യാജ പ്രചരണം വാട്സപ്പ് വഴി എല്ലാം തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന കാര്യം ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. LIC ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇതിൽ LICയുടെ ഔദ്യോഗിക മുദ്രയോ ചിഹ്നമോ ഒന്നും തന്നെയില്ല. അതേപോലെ ഞങ്ങൾക്ക് LICയിൽ നിന്നും ഇതുപോലെ ഒരു തുക ലഭിച്ചിട്ടുമില്ല. തെറ്റായ അവകാശങ്ങളും തെറ്റായ വാർത്തകളുമെല്ലാം ഞങ്ങൾ ലഭിക്കുന്ന അവകാശങ്ങളെയെല്ലാം തന്നെ നശിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. നവാസിൻ്റെ കുടുംബത്തിന് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും അർഹമായ ചില തുക ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം വലിയൊരു സംഖ്യ ലഭിച്ചതിനെ തുടർന്ന് അതെല്ലാം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. പോസ്റ്റർ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്നാണ് നവാസിൻ്റെ സഹോദരൻ നിയാസ് തുറന്നു പറഞ്ഞത്. വാർത്തയിൽ പറയുന്നത് നവാസിൻ്റെ കുടുംബത്തിന് LICയിൽ നിന്നും 26 ലക്ഷം രൂപയോളം കിട്ടിയെന്ന് പറഞ്ഞ് വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് എന്നും നവാസിൻ്റെ കുടുംബത്തിനെയും മറ്റുള്ളവരെയും എല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ് ഇത് പുറത്തു വരുന്നത് എന്നുമാണ് നിയാസ് വെളിപ്പെടുത്തിയത്. ഇത്തരമൊരു വ്യാജ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് നവാസിൻ്റെ കുടുംബം വളരെയധികം ദുഃഖിതരാണ് എന്നാണ് റിയാസ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തയിൽ കൊണ്ട് തലവെക്കരുതെന്നും ആരും തന്നെ വിശ്വസിക്കരുതെന്നും നിയാസ് കൂട്ടിച്ചേർത്തു. ഈ ഒരു വാർത്ത കേട്ട് നവാസിൻ്റെ ഭാര്യ രഹനയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ തന്നെയാണ് ഞങ്ങളെ വിട്ടുപോയത്. നവാസിക്ക പോയതിനെ തുടർന്ന് ഞങ്ങൾ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യല്ലേ. ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എനിക്കുള്ളത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ജീവിക്കണം. കുടുംബത്തിൻ്റെ നാഥൻ നഷ്ടപ്പെടുന്ന ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. ഇത് ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ദയവായും ചെയ്യാതിരിക്കുക എന്നുമാണ് രഹന പറഞ്ഞത്. രഹനയുടെ വാർത്തകൾ കേട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. എന്തിനാണ് രഹനയ്ക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നതെന്നും നവാസിൻ്റെ കുടുംബത്തിനെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്നും പറഞ്ഞ് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.